വന്നപ്പോൾ തന്നെ ഈ കോസ്റ്റ്യൂം നോക്കിയപ്പോഴത്തേക്ക് മുണ്ടും ഷർട്ടും, ഈ മുണ്ടൊക്കെ ഇത് എവിടുന്നാണ് ചേട്ടാ? AR ഹാൻലോസ് കൂത്താമ്പുള്ളി അവർ തരുന്നതാണ്. ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ വെറും ചോർന്നൊലിക്കുന്ന ഓലപ്പൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയിരുന്നൊരു നിമിഷങ്ങളുണ്ട്. 2 ഷർട്ട് മാത്രമേ ഉള്ളൂ സിനിമൻ്റെ പുറകിൽ നടക്കുമ്പോൾ. അപ്പോൾ 2 ഷർട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ ജീവിതം തോളിൽ, നമ്മുടെ സ്വന്തം വിജയണ്ണൻ തോളിൽ കേട്ടപ്പോൾ ജീവിതം മൊത്തം മാറി. അതിന് കാരണം നിങ്ങളും ദൈവവും നമ്മുടെ സ്വന്തം വിജയണ്ണൻ തോളിൽ വെറുതെ ഒന്ന് കൈവച്ചതാണ്. ജീവിതം മൊത്തം മാറി. ഇപ്പോൾ AR ഷർട്ട് തന്നു. ഇതിപ്പോൾ ഇന്നലെ പോയി സന്ദീപേട്ടൻ. അപ്പോൾ ജീവിതം മൊത്തം മാറി മറിഞ്ഞു. പറഞ്ഞു. ഇപ്പൊ ചേട്ടൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീല്. അപ്പൊ എങ്ങനെയാ അത്ര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ഇതിന് ശേഷം അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഉണ്ണിക്കടമങ്ങളുടെ ഈ 4ാം ക്ലാസ്സുകാരൻ ഒരു പടത്തിന് പോയിട്ട് വിറച്ച് നിന്നൊരു സമയമുണ്ടായി. എന്നിട്ട് ആ പടത്തിന് തന്നെ അവിടെ നിന്ന് എനിക്ക് പിന്നെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓരോന്നിങ്ങനെ ചെയ്ത് എന്താണെന്നറിയില്ല, എൻ്റെ പുറകിൽ യേശു അള്ളാഹു അയ്യപ്പം പറഞ്ഞ ഒരു 3 ത്രിമൂർത്തികൾ എൻ്റെ പുറകിലുണ്ട്. ഈ നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ മുതലെടുക്കാൻ വേണ്ടി കുറേ ആൾ വരും. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസായി പുഞ്ചിരിയായി നമ്മൾ നേർവഴി കൂടെ ഒരാളുടെ മുഖത്ത് നോക്കും ചിരി, അത് പുഞ്ചിരിയായിരിക്കണം. അത് ഉള്ളിൽ അവനെ നശിപ്പിക്കണം പറഞ്ഞല്ല, അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം ആദ്യം ഒന്ന് പരീക്ഷിച്ച് കറക്കിയിട്ടാണ് നമ്മൾ എന്ത് തരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡൻസ് ആയിട്ട് മനസ്സൊരുക്കി വിളിച്ചാൽ നല്ല പറയാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. ഇതൊക്കെ എങ്ങനെ വരുന്നറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ വിജയുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും എന്താ പറയാ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ ഒരു 2-3 ദിവസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് എന്താണ് ഇപ്പൊ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വിജയോടുള്ള എല്ലാ ആരാധനയും മാറ്റി വെച്ചിട്ട് പുറമെ നമ്മളെപ്പോലെ ഒരാളെന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? സത്യം പറയുന്ന സങ്കടമാണ്. എനിക്കൊന്ന് പറയാനുള്ളത്, ഞാനൊരു മലയാളിയാണ്. മലയാളിന്ന് അല്ല, എന്നെ ഒരു അനിയനെ പോലെ ഒരു മോനെ പോലെ ചേർത്ത് തൊള്ളു കേട്ടിട്ടാണ് കൊണ്ടുവന്നത്. 2.5 ദിവസം റൂം എടുത്ത് തന്നു, തിരിച്ച് നനച്ച വണ്ടി വിട്ടു. പച്ചയായ ഒരു മനുഷ്യൻ കണ്ണ് കലങ്ങി നെഞ്ചു പൊട്ടിട്ടായിരുന്നത്. ആളൊരു ശുദ്ധൻ പാവമാണ്. ആള് സിനിമയിലൊന്ന് ജീവിതത്തൊന്ന് വെളിയിൽ അങ്ങനെയില്ല, എപ്പോഴും ഒരേപോലെയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇഷ്ടപ്പെടാൻ കാരണം ആൾ കഷ്ടപ്പാടെന്ന് വന്നാണ്. ഒരിക്കലും ഞാൻ മലയാളി എന്ന് പറഞ്ഞ് വേർതിരിവ് കാണിച്ചിട്ടില്ല. ഒരു അനിയനെ പോലെ ചേർത്ത് പിടിച്ചു. 1-ാം തീയതിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് 13-ാം തീയതി അവിടുത്തെ മെസ്സേജ് വരികയാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഇത് എനിക്കറിയില്ല. 6 മാസം കഴിഞ്ഞ് ഞാനൊരു ഹായ് അയക്കുമ്പോൾ ബ്രദർ നമ്പർ കൂടെ പറഞ്ഞ് അവിടുന്ന് ഓഫീസിൽ നമ്പർ വന്നു. സാർ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മാനേജർ സാറ്. അപ്പോൾ അതാണ്, പച്ചയ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയുക, ആള് അത്രയും നല്ലൊരു മനുഷ്യനാണ്. സിനിമയൊന്നും ജീവിതത്തൊന്നല്ല, എപ്പോഴും ഒരേപോലെയാണ്. അല്ല, ഈ 41 പേരുടെ ഫാമിലീസിന് അവരുടെ ആളുകളെ നഷ്ടമായി. 41 പേരാണ് ആ ഒരു ഇൻസിഡന്റിൽ മരിച്ചത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സിനിമ ആർട്ടിസ്റ്റ് അല്ല, പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്രയും പേരെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് വിജയുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയായിട്ട്? ഒരിക്കലും വീഴ്ചയല്ല. ഒരു പരിപാടിക്ക് പോകുമ്പോൾ കുട്ടികളിൽ ഇത് കൊണ്ടുപോകണതും പിന്നെ അവിടെ ഉണ്ടായ സംഭവത്തിലും ഒരിക്കലും വീഴ്ചയല്ല. വിജയണ്ണൻ അത്രയും പച്ചയ ഒരു മനുഷ്യൻ, ആരിനും വേർതിരിവില്ലാതെ എല്ലാവരും, ചെറിയ ആളില്ല വലിയ ആളില്ല, ഒരു കണ്ണുകൊണ്ട് കാണുന്ന പച്ചയ ഒരു മനുഷ്യനാണ്. ഈ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എൻ്റെ വിജയണ്ണനാണ്. അപ്പോൾ എന്നെ മലയാളിയായിട്ട് പോലും എന്നെ ഇത്രയും ഒരു അനിയനെ പോലെ ചേർത്ത്, ഒരു മോനെ പോലെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ വേർതിരിവില്ല. അപ്പോൾ അത് പച്ചയായ ഒരു മനുഷ്യൻ്റെ ഉള്ളു. അല്ല ചേട്ടാ, ആ പച്ചയായ മനുഷ്യന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഒരു ഇൻസിഡന്റിൽ 8 മണിക്കൂറോളം വിജയ് ലേറ്റ് ആയിരുന്നു വരാനായിട്ട്. അപ്പോൾ അത്രയും നേരം ഈ ആളുകൾ അവിടെ ഉന്തും തള്ളി നിൽക്കുക. അപ്പോൾ ഈ ആളുകളോട് ഒരു അത്രയും കൂടുതൽ നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ എല്ലാവരുടെയും ഒരു രക്ഷകൻ, ആ ഒരു ഇമേജ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ഒരു 8 മണിക്കൂർ ഡിലേ അത് വരുമായിരുന്നോ? ഒരു 1-2 മണിക്കൂർ നമുക്ക് ഓക്കെ എന്ന് പറയാം. ഈ ആളുകൾ 8 മണിക്കൂർ, അത് വിജയോടുള്ള സിനിമകൾ കണ്ടിട്ടുള്ള സ്നേഹമാണ്. അവര് ഉണ്ണിക്കണ്ണനെ പോലുള്ള ഒരുപാട് പേര് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് 41 പേരെയാണ് അവരുടെ ഫാമിലിക്ക് നഷ്ടമായത്. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്. അത് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്ര ദൂരം പോകണമെങ്കിൽ ഇത്രയും ക്രൗഡ് ആയതുകൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വേണം. അതുകൊണ്ട് അത്രയും ക്രൗഡ് ആയതുകൊണ്ട് വണ്ടി അവിടെ എത്താനുള്ള സമയം കൊണ്ടാണ്, അല്ലാണ്ട് അവിടെ ലേറ്റ് ആയതല്ല. ഇത്രയും ക്രൗഡാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നടക്കാൻ ഒരു നിസ്സാര സമയം മതി. ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്ററൊക്കെ 2-3 മണിക്കൂർ സമയം വരും. അതാണ്. അപ്പോൾ ആ ഒരു ക്രൗഡ് താണ്ടാനാണോ 8 മണിക്കൂർ എടുത്തത്? അങ്ങനെ പറഞ്ഞ അത്രയും ക്രൗഡ്, ഓരോ സ്ഥലത്തുനിന്ന് ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ അത്രയും ക്രൗഡ് അതാണ്.
ഓക്കെ. അല്ല, തിരിച്ചു പോയതപ്പോൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഫാസ്റ്റായിട്ട് ചെന്നൈയിലോട്ട് പോയി എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ ചേട്ടനോട് ചോദിക്കുന്നത് എല്ലാ ആരാധനയും മാറ്റി വെച്ചിട്ട് ഒരു നോർമൽ ഒരു ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സത്യസന്ധനായിട്ടുള്ള ഒരു പച്ച മനുഷ്യൻ, ചേട്ടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്രയും ആരാധകരാണല്ലോ അവിടെ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ഫീൽ ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഫീൽ ചെയ്യണ പറഞ്ഞ എന്താണെന്നറിയോ, അവിടെ പിന്നെയും വിജയണ്ണൻ അവിടെ നിന്ന ജനങ്ങൾ കൂടും, തടിച്ചു കൂടും, പിന്നെയും പ്രശ്നങ്ങളാവും. വിജയണ്ണൻ ഇത് കണ്ട് സങ്കടത്താണ് ആള് പോയിരിക്കുന്നത്. പോയാലും എല്ലാ കാര്യങ്ങളും വിജയണ്ണൻ അവിടെ നോക്കി വിജയണ്ണൻ അത് ചെയ്യും. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും ജനങ്ങൾ കൂടും, ക്രൗഡ് കൂടും. അതുകൊണ്ടാണ് പോയത്. വിജയണ്ണൻ ഒരു സാധാരണ പച്ചയ മനുഷ്യൻ, എല്ലാ കാര്യങ്ങളും വേണ്ടത് അവർക്ക് ചെയ്തിരിക്കും. അതാണ് വിജയണ്ണൻ. ഈ നമ്മൾ മൂവീസിലൊക്കെ, വിജയ് മൂവീസിലൊക്കെ നമ്മൾ കാണുമ്പോഴേക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് തന്നെ ആണല്ലോ ഫാൻസ് ആയത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് സിനിമയിലെ രക്ഷകൻ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോയി എന്നാണ് നമ്മൾ കമന്റ്സ് കണ്ടത്. അപ്പോൾ അതിനോട് എന്താ യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇട്ടെറിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും ക്രൗഡ് കൂടിയാൽ മീഡിയൻ്റെ മുന്നിലൊന്നും പറയാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെയും പ്രശ്നമായതുകൊണ്ടാണ് ആൾ പോയത്. എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പറഞ്ഞ് കൂടെ എല്ലാവരും നോക്കും. ആ ഒരു വിശ്വാസം വിജയണ്ണനും ഇതാവും. ആ സങ്കടത്താണ് പോയത്. ഒരിക്കലും ഇത് പ്രശ്നം വന്നപ്പോൾ ഓടിപ്പോവുക അങ്ങനെയല്ല. ആള് കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇപ്പോഴും താരരാജാവ് എല്ലാവരിനും പോലെ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ആള് ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താത്ത ഒരു നല്ലൊരു മനുഷ്യനാണ്. ഈ താര ആരാധന ഇത്രയും എന്താ പറയാ, ഇത്രയും ആളുകൾ അവരുടെ ജീവൻ പോലും മറന്ന് ഇങ്ങനെ ചെയ്യുന്നതിലോട് യോജിപ്പുണ്ടോ? യോജിപ്പ് എന്ന് ചോദിച്ചാൽ അത് അത്രയും ക്രൗഡിൽ കുറച്ചൊന്ന് ഒതുങ്ങി മരത്തിൽ അവിടെ എവിടെയും കിടന്ന് കുറച്ചൊന്ന് ഒരു നിയന്ത്രണം പാലിക്കാൻ ജനങ്ങളും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അത്രയേ പറയാനുള്ളൂ. ഉണ്ണിക്കണ്ണൻ ഇതുപോലെ ക്രൗഡായിട്ടുള്ള, ചേട്ടൻ ഇതേപോലെ പോയിട്ടുണ്ടോ അത് കാണാനായിട്ട്? മാനാട് പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്രൗഡുകളിലൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ആരാധന? ഈ സിനിമകൾ കണ്ടിട്ടാണോ അതോ ഒരു വ്യക്തി എന്ന രീതിയിലാണോ? എങ്ങനെയാണ് ഈ ഒരു ഇത്രയും, ഇപ്പം ഒരാളുടെ വേഷം വരെ ഈ ഒരു മുണ്ടും ഷർട്ടിലും എല്ലാം അത്രയും ഒരാളെ ഇങ്ങനെ ഡീപ്പായിട്ട് ആരാധിക്കാൻ. ഇപ്പൊ നമ്മുടെ ഇടയിൽ മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, ലാലേട്ടൻ ഫാൻസ് ഉണ്ട്, ദുൽഖറിന്റെ ഫാൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു ആരാധന നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ റീസൺ? എന്താണ് ഇത്? സത്യത്തെ എന്താ ചോദിച്ചാൽ സിനിമയാണ് എൻ്റെ മോഹം. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പല പ്രാവശ്യം വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നടക്കാതെ അവരുടെ കൂടെയുള്ളവർ ചീത്ത പറഞ്ഞത്. അതൊന്നും അണ്ണനെ അറിയണില്ല. ആരും ചെയ്യാത്ത വഴി കൂടെ എൻ്റെ തലയിൽ എഴുതി വെച്ച് നിയോഗം ഇങ്ങനെയാണ്, ഇങ്ങനെ നടക്കണം പറഞ്ഞു. അപ്പോൾ എനിക്ക് ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, രാജുവേട്ടൻ, ജയേട്ടൻ, ഞാൻ മുന്നും പറഞ്ഞു, രജനി സാർ, ചിമ്പുവണ്ണൻ, ധനുഷണ്ണൻ, അപ്പോൾ ഇവർ എല്ലാവരും കൂടെ തെലുങ്കാനയും മലയാളം തമിഴും ഒരു വേറൊരു എല്ലാവരും കൂടെ അഭിനയിക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ജീവിതം എൻ്റെ തലയിൽ എഴുതി വെച്ചത് ഇളയ ദളപതി വിജയണ്ണൻ്റെ പേരിലാണ് ഇപ്പോൾ ലോകം എല്ലാവിടെയും അറിയുന്നത്. തമിഴും കേരളം എവിടെ പോയാലും എന്നൊരു ഫോട്ടോ എടുക്കാൻ വന്നാലും ഒരു സംസാരിക്കാൻ വന്നാലും അപ്പോൾ എൻ്റെ തോളിൽ കയറിയിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ എൻ്റെ ഇതാണ്. എനിക്ക് അതുപോലെ ഇപ്പോൾ എവിടെ പോയാലും ഏത് സിനിമയിൽ പോയാലും ഡയറക്ടർമാരാണ്, നടന്മാരാണ്, വാ ഉണ്ണിക്കണ്ണ പറഞ്ഞ് തോളിൽ കയറ്റിട്ട് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇന്നാളൊരു സ്ഥലത്ത് പോയപ്പോൾ ഈ ഷർട്ട് മറ്റേ അതിലെ ചോദിച്ചു, ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ അവൻ്റെ തോളിൽ കയറ്റ നമ്മുടെ സ്വന്തം അണ്ണന് എങ്ങനെയും മാറ്റാൻ പറ്റുക? കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ആരാധിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കണ്ടിട്ടാണെങ്കിലും സംസാരത്താണെങ്കിലും അത്രയും പച്ചയൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഒരു വേർതിരിവില്ല.